ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ഗോമതി ദേവമംഗലത്ത് റൂമിൽ തന്നെ ചടഞ്ഞു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഗോമതിയുടെ അടുത്തേക്ക് ആഹാരമൊക്കെ ആയിട്ട് ദേവി കടന്നു വരിക. എന്നിട്ട് പറയും, അമ്മ എന്തൊരു ഇരിപ്പാ, ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഇരുന്ന അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യായിക വരും, എന്തെങ്കിലും ഒന്ന് കഴിക്കമ്മേ എന്ന് പറയാം. എനിക്കൊന്നും വേണ്ട മോളെ, വിശപ്പും ദാഹവും ഒന്നും ഞാനിപ്പോൾ അറിയുന്ന പോലുമില്ല, മനസ്സാകെ ഒരു മരവിപ്പ എന്ന് ഗോമതി പറയാണ്. അമ്മ ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യുക എന്ന് വീണ്ടും നമ്മുടെ ദേവി ചോദിക്കാൻ കേട്ടോ. എന്നിട്ട് ആഹാരം അവിടെ അടുത്തുള്ള ടേബിളിൽ വെച്ചിട്ട് ഗോമതിയുടെ അടുത്തേക്ക് ഇരിക്കുക. ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാ, മകളെ നഷ്ടപ്പെട്ട അമ്മമാർ അല്ലേ അമ്മേ എന്ന് ചോദിക്കുക. അപ്പോൾ ദേവിയുടെ സംസാരം കേൾക്കുമ്പം ഗോമതി ദേവിയെ സങ്കടത്തോടു കൂടി തന്നെ നോക്കുക. അമ്മയുടെ മകള് വിളിപ്പാടകലെ തൊട്ടടുത്തുള്ള വീട്ടിൽ തന്നെ അമ്മയുടെ കൺമുന്നിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ അവസ്ഥയോ, എനിക്കെൻ്റെ കുഞ്ഞിനെ ഇനി ഒരിക്കലും കാണാൻ സാധിക്കില്ലല്ലോ. വല്ലാത്ത മാനസികാവസ്ഥകളിലൂടെയൊക്കെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ എൻ്റെ കുഞ്ഞില്ലാത്ത ഈ ലോകത്ത് ഇനി ജീവിക്കണ്ടെന്ന് പോലും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ആർക്കു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ആത്മഹത്യ ചെയ്യാൻ പോലും ഞാൻ തീരുമാനിച്ചത് അമ്മേ എന്ന് പറയാം. മോളെ ദേവി, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് മുന്നേ ഞങ്ങളെപ്പറ്റിയൊക്കെ ആലോചിച്ചോ എന്ന് ഗോമതി ചോദിക്കുക. ഈ ദേവമംഗലം ഇവിടെയുള്ളവരുടെ എന്നോടുള്ള സ്നേഹം, അത് മാത്രം അമ്മേ എന്നെ ഇപ്പം ജീവിച്ചിരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഏക ഘടകം. അല്ലെങ്കിൽ എന്നെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയിരുന്നേനെ എന്ന് പറയാൻ കേട്ടോ. കുഞ്ഞ് അതിനെ ഇനി ഒരിക്കലും എനിക്ക് കാണാനായിട്ട് സാധിക്കില്ലല്ലോ അമ്മേ. എനിക്ക് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിനോടൊപ്പം ജീവിക്കാനായിട്ട്. പക്ഷെ ദൈവം എനിക്ക് ആ ഭാഗ്യം തന്നില്ല. എന്നെ വീണു പോകാതെ പിടിച്ചു നിർത്തുന്നതും ജീവിക്കാൻ പ്രതീക്ഷ നൽകിയതും ഒക്കെ ഈ കുടുംബമാണ്. എനിക്ക് എൻ്റെ ജീവിതം തിരിച്ചു കിട്ടിയത് അമ്മയും എൻ്റെ അനിയത്തിമാരും എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചതുകൊണ്ടാണ്. നിങ്ങളുടെ കയ്യിൽ നിന്നും എനിക്ക് കിട്ടിയ സ്നേഹം അമ്മേ എൻ്റെ കരുത്ത്. അമ്മയുടെ ഈ അവസ്ഥയിൽ അമ്മയെ ഞാൻ ഒരിക്കലും ഒറ്റപ്പെടുത്തുകയല്ല എന്ന് ദേവി പറയാൻ കേട്ടോ. എന്നെ ചേർത്ത് പിടിച്ച പോലെ ഞാനും അമ്മയെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ അമ്മയെ തനിച്ചാക്കില്ല എന്ന് ഗോമതി പറയാം. വീണു പോകാതെ നോക്കും. അമ്മ ആഹാരം കഴിക്കണം, അമ്മ ഇങ്ങനെ തകർന്നിരിക്കരുത് എന്ന് ദേവി വീണ്ടും പറയാൻ കേട്ടോ. നമ്മുടെ മീനുമില്ലേ, എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. ജീവിതത്തിൽ നല്ലതും ചീത്തയും ഒരുപാട് കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടേയിരിക്കും. ജീവിതം അങ്ങനെയമ്മേ. ചില കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് സന്തോഷിപ്പിക്കും, ഒരുപാട് സന്തോഷിപ്പിക്കും. ചിലതോ നമുക്ക് ഒരുപാട് ദുഃഖം തരും, നമ്മളെ അങ്ങ് തകർത്ത് തരിപ്പണമാക്കും. പക്ഷെ നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ താങ്ങായിട്ട് കുറച്ച് മനുഷ്യരെങ്കിലും കൂടെ ഉണ്ടെങ്കിലേ നമ്മൾ ഒരിക്കലും വീണു പോകില്ല. അതിനെ അമ്മേ ഭാഗ്യമെന്ന് പറയുന്നത്. നമുക്ക് അതുണ്ട്. ഞാൻ വീണു പോയപ്പം താങ്ങായി നിങ്ങളെല്ലാവരും എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് താങ്ങായി തണലായി ഞാനുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. മീനും ഉണ്ട്, മിത്രയുണ്ട്, അങ്ങനെ എല്ലാവരും ഇല്ലേ, ഈ കുടുംബം മുഴുവനും ഉണ്ട്. പിന്നെ അമ്മ എന്തിനാ ഇങ്ങനെ തളരുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ നമ്മുടെ ദേവി. ഞങ്ങളൊക്കെ കൂടെ ഉള്ളപ്പം അമ്മ എന്തിനാ ഇങ്ങനെ വീണ്ടും വീണ്ടും വിഷമിക്കുന്നത് എന്ന് ചോദിക്കുക. മോളെ ദേവി, നീ എന്തൊക്കെയായി പറയുന്നേ എന്ന് ചോദിച്ച് ഗോമതി ദേവിയുടെ തോളിലേക്ക് ചാഞ്ഞു കിടന്ന് കരയാണ് കേട്ടോ. അമ്മ കരയാതെ, അമ്മ സമാധാനത്തോടെ ഇരുന്നേ. നോക്കിയേ, കരഞ്ഞതൊക്കെ മതി, ഇനി കരയരുത്. ഞാൻ ഈ ആഹാരം എടുത്ത് തരും, അമ്മ അത് മര്യാദയ്ക്ക് കഴിക്കണം കേട്ടോ ഞാൻ പറഞ്ഞത് എന്ന് ദേവി വീണ്ടും ചോദിക്കുക. അപ്പം ദേവിയുടെ ആ വാക്കുകൾക്ക് മുന്നിൽ ഗോമതി മറുപടി ഇല്ലാതെ ദേവി ഇങ്ങനെ നോക്കി നിൽക്കുകയാണേ. ദേവി കൊണ്ടുവന്ന ആഹാരം നമ്മുടെ ദേവി തന്നെ ഗോമതിയുടെ വായിൽ വെച്ച് കൊടുക്കുക. ഞാൻ കഴിച്ചോളാം മോളെ, നീ എന്നെ വീണ്ടും നിർബന്ധിക്കല്ലേ. അത് നടക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അമ്മേ. വേണ്ട ദേവി, ഞാൻ കഴിച്ചോളാം എന്ന് ഗോമതി പറയാം. ഇനി ഒന്നും പറയണ്ട, ഞാൻ വാരിത്തരും, അമ്മ അത് കഴിക്കും കേട്ടോ എന്ന് ദേവി ചോദിക്കാം. എന്നിട്ട് കറിയിൽ മുക്കി അപ്പം നമ്മുടെ ഗോമതിയുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ദേവി അത്ര സ്നേഹത്തോടെ നീട്ടുന്നത് കൊണ്ട് തന്നെ ഗോമതി അത് നിരസിക്കാതെ കഴിക്കുവാണ് കേട്ടോ. അമ്മേ, ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ കരയില്ലേ അമ്മേ, അതത്ര നല്ലതല്ലെന്ന് അമ്മ തന്നെ എത്ര തവണ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് ഗോമതി കണ്ണുകൾ തുടയ്ക്കാണ് കേട്ടോ. ഇത് കഴിച്ചേ, ഞങ്ങളെ ഓർത്തെങ്കിലും അമ്മ കഴിച്ചേ, വാ തുറക്ക് എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ഗോമതി കൊണ്ട് ആ ആഹാരം കഴിപ്പിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ അനുശ്രീയിൽ നിന്ന് സത്യങ്ങളൊക്കെ അറിഞ്ഞ മീനുവിന് സുകന്യെ കാണുമ്പോൾ തന്നെ നല്ല ദേഷ്യം വരുന്നുണ്ട്. സുകന്യ അവളുടെ തുണിയൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുമ്പം മീനു അങ്ങോട്ട് ചെല്ലുക. മീനുവിൻ്റെ മുഖഭാവം കാണുമ്പം സുകന്യ ഇവക്കിത് എന്തു പറ്റി എന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുക. മീനു വരുന്നോ? ഞാൻ പെട്ടെന്നേ പേടിച്ചു പോയി.
ചേച്ചി എന്തിനാ എന്നെ കാണുമ്പോൾ പേടിക്കുന്നേ? തെറ്റ് ചെയ്യുന്നവരല്ലേ എപ്പോഴും ആരെയും ഭയക്കേണ്ട കാര്യമുള്ളൂ. അല്ല, മീനു എന്താ അർത്ഥം വെച്ച് സംസാരിക്കുന്ന പോലെ എന്ന് അപ്പം ചോദിക്കും. ആ, ചേച്ചി എങ്ങനെയാ ചേച്ചി ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നേ? മനസ്സിലായില്ല. അനുവിനെ കാണാതായ രാവിലെ ഇവിടെ എല്ലാവരും അവളെ അന്വേഷിച്ച് പരക്കം പാഞ്ഞു. എന്താ ചേച്ചിക്ക് അതൊക്കെ ഓർമ്മയില്ലേ? പക്ഷേ ഇവിടെയുള്ള ഒരാൾക്ക് അനു എവിടെയുണ്ടെന്നും ആരെ കാണാൻ പോയിരിക്കുവാണെന്നും നല്ല കൃത്യമായിട്ട് അറിയാമായിരുന്നു എന്ന് മീനു പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ സുകന്യ ഞെട്ടി നിൽക്കുക. അനു എവിടെയാണെന്ന് അറിയാമായിരുന്നിട്ടും ഒന്നും അറിയാത്ത പോലെ സുകന്യ ചേച്ചി അന്ന് അഭിനയിച്ചില്ലേ? ഹോ, നിങ്ങളൊരു അപാര നടി തന്നെ. എങ്ങനെയാ ഇത്ര നാച്ചുറലായിട്ട് അഭിനയിക്കാൻ പറ്റുന്നേ? മീനു, നീ എന്താ ഈ പറയുന്നേ? അനു എവിടെയാണെന്ന് എനിക്കെങ്ങനെ അറിയാവനാ എന്ന് സുകന്യ ചോദിക്കാം. എനിക്കൊന്നും അറിയില്ലായിരുന്നു. ദേ, കള്ളം പറയരുത്. അലോക് ഫോൺ ചെയ്തപ്പം അനുവിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് സുകന്യേച്ചിയല്ലേ? എന്നിട്ട് വീണ്ടും വീണ്ടും എൻ്റെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? ഞാനോ? ദേ, ഞാൻ നമ്മുടെ അനുവിനെ അലോകിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടുവെന്നോ? ദേ ചേച്ചി, എൻ്റെ മുന്നിൽ ഓവർ ആക്ടിംഗ് ഒന്നും വേണ്ട കേട്ടോ. ഇവിടെയുള്ള ബാക്കിയുള്ളവർ ചിലപ്പോൾ വിശ്വസിക്കുമായിരിക്കും. ചേച്ചി എന്തൊക്കെ ചെയ്തുവെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ വെറുതെ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല. അനു ഈ അവസ്ഥയിലാകാൻ കാരണക്കാരി നിങ്ങൾ ഒറ്റ ഒരുത്തിയാ. ദേ മീനു, അനാവശ്യം പറയരുത്. ദേ മിണ്ടരുത് നിങ്ങൾ. കല്യാണ തലേന്ന് രാത്രി അനു അലോകിൻ്റെ അടുത്തേക്ക് പോകാൻ കാരണക്കാരി സുകന്യേച്ചിയല്ലേ എന്ന് വീണ്ടും ചോദിക്കാം. മിണ്ടിപ്പോകരുത് നിങ്ങൾ. അപ്പം മീനു എന്ന് പറഞ്ഞ് തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് സുകന്യ. ഈ കുടുംബം ഈ എന്ത് ദ്രോഹമാണ് ചേച്ചിയോട് ചെയ്തത്? എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ഞാൻ ചോദിക്കുക. ഈ കുടുംബത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും സകലതും തകർത്തത് ചേച്ചി ഒറ്റ ഒരാളാ. ദേ മീനു, നീ അനാവശ്യം ഇങ്ങനെ വിളിച്ചു പറയരുത് കേട്ടോ. 100% ശരിയായെന്ന് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് എന്ന് മീനാക്ഷി പറയാം. ശരി, നീ പറഞ്ഞല്ലോ കല്യാണ തലേന്ന് രാത്രി അനു അലോകിൻ്റെ അടുത്തേക്ക് പോകാൻ കാരണക്കാരി ഞാനാണെന്ന്. തെളിവില്ലല്ലോ എന്ന് ചോദിക്കുക. ചേച്ചിക്ക് തെളിവ് വേണമല്ലേ? തെളിവ് ചേച്ചിക്ക് മാത്രം തന്നാൽ മതിയോ, അതോ ഈ വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു കൂട്ടി തെളിവ് തരണോ എന്ന് മീനാക്ഷി അപ്പം ചോദിക്കാം. അപ്പം സുകന്യ ആകെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്താ ചേച്ചി ഒന്നും പറയാത്തത്? തെളിവ് ചോദിച്ചില്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ അടുത്തേക്ക് കയറി നിൽക്കുക കേട്ടോ നമ്മുടെ മീനു വീണ്ടും. മീനു, അത് പിന്നെ ഈ ചെയ്തതിനൊക്കെ നിങ്ങൾക്ക് എന്ത് ന്യായീകരണമാണ് പറയാനുള്ളത് എന്ന് മീനാക്ഷി വീണ്ടും ചോദിക്കാം. എന്താ ഒന്നും മിണ്ടാത്തേ? ഞാൻ എല്ലാവരെയും വിളിക്കട്ടെ? അയ്യോ മീനു, അരുത് പ്ലീസ്, അങ്ങനെ ചെയ്യരുത് എന്ന് സുകന്യ പറയാം. നീ പറഞ്ഞതിൽ കുറച്ച് സത്യമുണ്ട്, പക്ഷെ എല്ലാ കാര്യങ്ങളും സത്യമല്ല എന്ന് സുകന്യ വീണ്ടും പറയാം. അലോകിനെ കാണാൻ പോകുന്ന കാര്യം അനു എന്നോട് പറഞ്ഞു, അത് ശരിയാ. പക്ഷേ അവൻ്റെ ഒപ്പം ഒളിച്ചോടുന്ന കാര്യമൊന്നും അവൾ എന്നോട് പറഞ്ഞിട്ടില്ല. സുകന്യ ചേച്ചി, നിങ്ങൾക്ക് ഇത്രയും ബോധമില്ലേ എന്ന് മീനാക്ഷി അപ്പം ചോദിക്കാം. അനുവിനെ ശല്യപ്പെടുത്താൻ അലോക് വിളിച്ച കാര്യം ചേച്ചിക്ക് അറിയായിരുന്നല്ലോ. ആ വിവരം അറിഞ്ഞപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടിയിരുന്നത്? ഇവിടെ ആരോടെങ്കിലും അത് പറയണമായിരുന്നു. അത് നിങ്ങൾ ചെയ്തോ എന്ന് മീനാക്ഷി വീണ്ടും ചോദിക്കാം. അച്ഛനോടോ അമ്മയോടോ മാമനോടോ ആരോടെങ്കിലും അത് പറയായിരുന്നു. അവരോടൊന്നും ഒരു അക്ഷരം മിണ്ടാതെ നിങ്ങൾ നേരെ പോയി അനുശ്രീയോട് തന്നെ പോയി പറഞ്ഞല്ലേ? മീനു, അതിനൊരു കാരണമുണ്ട്. എൻ്റെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു എന്ന് സുകന്യ വീണ്ടും പറയാം. അനുശ്രീയുടെ ചില ഫോട്ടോസ് അവൻ എനിക്ക് അയച്ചു തന്നു. അത് ഫേക്ക് ഫോട്ടോസ് ആയിരുന്നില്ലേ എന്ന് മീനാക്ഷി ചോദിക്കുക. അതെങ്ങനെ നിനക്കറിയാം? അനുവിനോട് നീ സംസാരിച്ചോ? അതവിടെ നിൽക്കട്ടെ. ഇപ്പം പറഞ്ഞല്ലോ ഫോട്ടോസിൻ്റെ കാര്യം. അത് ക്രിയേറ്റ് ചെയ്തതല്ല, ഇനി ഒറിജിനൽ ഫോട്ടോസ് തന്നെ ആണെന്ന് വെക്കുക. എന്താ മീനു നീ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് അപ്പം സുകന്യ ചോദിക്കുക. അത്തരം ഫോട്ടോസൊക്കെ വെച്ച് ഒരുത്തനൊരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചാ ചേച്ചി എന്തായിരുന്നു അവൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നത്? ധൈര്യമായിട്ട് നിൽക്ക്, അവനെതിരെ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കാം, ഞങ്ങൾ നിൻ്റെ കൂടെ തന്നെ ഉണ്ട്, അങ്ങനല്ലേ പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നത്. അതിന് പകരം ചേച്ചി എന്താ ചെയ്തത്? അവളെ കൊണ്ട് അവൻ്റെ അടുത്തേക്ക് അയച്ചേക്കുന്നു, മാപ്പ് പറയാൻ വിട്ടിരിക്കുന്നു. ചേച്ചി ആള് കൊള്ളാലോ. അനുശ്രീ എന്തിനാ അലോകിനെ കണ്ട് മാപ്പ് പറയണം? അവൾ എന്ത് തെറ്റാ ചെയ്തേ? അനുശ്രീ പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് കരുതിയാ ഞാൻ അലോകിൻ്റെ അടുത്തേക്ക് അവളെ പറഞ്ഞയച്ചത്. ഓ, നല്ല ന്യായം എന്ന് അപ്പം മീനു പറയാം. അല്ല, ഒളിച്ചോടി കല്യാണം കഴിക്കാനുള്ള പ്ലാനൊന്നും സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു മീനു. നിങ്ങൾ ഇനി എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും നിങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. അതിനെ ഇനി കൂടുതൽ നിന്ന് ന്യായീകരിക്കേണ്ട. അനുശ്രീയുടെ ജീവിതം തകർത്ത് ഈ പരുവത്തിലാക്കിയത് നിങ്ങൾ ഒറ്റ ഒരാളാണ്. അതെനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഈ കാര്യം ഞാൻ ഇവിടെയുള്ള എല്ലാവരോടും പറയട്ടെ എന്ന് മീനാക്ഷി ചോദിക്കൂ. അയ്യോ മീനു, അങ്ങനെയൊന്നും ചെയ്യല്ലേ. എന്താ പറയണോ?
ഞാൻ നിന്റെ കാല് പിടിക്കാം. ഇവിടെ ആരും ഇതൊന്നും ഒരിക്കലും അറിയരുത്. ദയവ് ചെയ്ത് എൻ്റെ ജീവിതം തകർക്കരുത്. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. നിങ്ങൾക്ക് പറ്റിയ അബദ്ധം കാരണം നശിച്ചു പോയത് അനുശ്രീയുടെ ജീവിതമാണ്. അതിനാര് സമാധാനം പറയും എന്ന് മീനാക്ഷി ചോദിക്കുക. നിങ്ങൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കില്ല. ഈ കുടുംബത്തിൽ നിന്നുകൊണ്ട് ഈ കുടുംബത്തിന് ദ്രോഹം നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ശരിക്കും ചെയ്യേണ്ടിയിരുന്നതേ നിങ്ങളുടെ കള്ളത്തരങ്ങൾ എല്ലാവരുടെ മുന്നിൽ പൊളിച്ചടുക്കായിരുന്നു. അത് ഞാൻ ചെയ്യാത്തത് എൻ്റെ മാമനെ ഓർത്തിട്ടാ. മാമൻ ഒരു പാവം മനുഷ്യനാ. അതിൻ്റെ ജീവിതം നശിക്കണ്ടെന്ന് കരുതിയ മീനു, നീ ഒന്ന് ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. നിങ്ങൾ ഒന്നും ഇനി നിങ്ങൾ പറയുന്ന ഒരു ചുക്കും എനിക്കിനി കേൾക്കണ്ട. നിങ്ങൾ വന്നേക്കുന്നു ഈ കുടുംബം തകർക്കാനാ ഓരോ നിമിഷവും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് മാമൻ്റെ ജീവിതം കിടക്കുക. അതുകൊണ്ട് മാത്രമാണ് ഇക്കാര്യം ഞാനിപ്പോൾ ആരോടും പറയാത്തത്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ കുടുംബത്തിലുള്ളവർക്കോ അതുപോലെ അനുശ്രീക്കോ നിങ്ങൾ കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഇനി ഉണ്ടായെന്ന് ഞാൻ അറിയാൻ ഇടയായ പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഞാൻ തന്ന ഈ ഔദാര്യം ഉണ്ടല്ലോ അത് തരത്തില്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മീനാക്ഷി ആരാണെന്ന് നിങ്ങൾ ശരിക്കും അന്നായിരിക്കും അറിയാൻ പോകുന്നത്. അത് ഓർമ്മയെ വെച്ച് വേണം ഇവിടെ ഓരോ നിമിഷവും ഇനി നിൽക്കാൻ. മര്യാദയ്ക്കൊക്കെ നിന്നാ നിങ്ങൾക്ക് കൊള്ളാം. അല്ലെങ്കിലുണ്ടല്ലോ നിങ്ങളുടെ ഈ വൃത്തികെട്ട സ്വഭാവം എല്ലാവരുടെ മുന്നിൽ തിരിച്ചറിയും എന്ന് പറയാം. അപ്പം ശരിക്കും സുകന്യെ പേടിച്ച് വരച്ചാണ് കേട്ടോ നിൽക്കുന്നത്. ദൈവമേ, ഇവള് സത്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പം ഞാൻ എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കും? ഓരോ നിമിഷവും ഇവളെ പേടിക്കണം, ബാക്കിയുള്ളവരെ പോലല്ല എന്നൊക്കെ സുകന്യ മനസ്സിൽ പറയുകയാണേ. ഇതേ സമയം നമ്മുടെ ആര്യൻ രാത്രിയിലാണെങ്കിൽ കൃഷ്ണമംഗലത്തേക്ക് ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം പെട്ടെന്ന് അടുത്തേക്ക് ആകാശ് വരിക. നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ആനന്ദും വരുന്നുണ്ട്. അല്ല, നിനക്കെന്താ അനുവിനെ കാണാൻ തോന്നുന്നുണ്ടോ എന്ന് ആനന്ദു ആകാശോട് ചോദിക്കുക. അതെ ഏട്ടാ. എടാ എൻ്റെ പൊന്നാര്യ, നിനക്ക് ഇനിയും മതിയായില്ലേടാ എന്ന് ആകാശപ്പ ചോദിക്കാം. നമ്മളെയൊക്കെ വേണ്ടാതെ അവൾ ഉപേക്ഷിച്ച് പോയതല്ലേ? നമ്മുടെ കുടുംബത്തോട് അവൾ ചെയ്തതൊക്കെ നീ മറന്നോ? എടാ, ഈ വീടും നമ്മളെയൊക്കെ തകർത്തിട്ടല്ലേടാ അവൾ ഇറങ്ങിപ്പോയേ. ഇനി എന്തിനാ അവളെപ്പറ്റി നീ ചിന്തിക്കുന്നത്? ഏട്ടാ, എന്നാലും നമ്മുടെ അനുമോള് നമ്മളെ ഒരിക്കലും ചതിക്കില്ലേട്ടാ എന്ന് ആര്യം പറയാം. നീ ഇപ്പോഴും അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരുന്നോ? എടാ, നമ്മൾ അവളെ എത്രമാത്രം സ്നേഹിച്ചു. ആ സ്നേഹത്തിന് നമുക്ക് പകരം കിട്ടിയത് എന്താ? ആ അലോകിനെ കല്യാണം കഴിക്കാൻ നമ്മുടെ അനുമോള് നിർബന്ധിതയായതാകും. എന്തോ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത അവൻ അവളെ കല്യാണം കഴിച്ചേ. അല്ലാതെ നമ്മുടെ അനുമോള് ഒരിക്കലും ഇഷ്ടപ്രകാരം അവനെ കല്യാണം കഴിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ആനന്ദ് ചോദിക്കും, എടാ ആര്യ, നിന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ? നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും ചെയ്യും. പെട്ടെന്നൊരു ദിവസം അവർ നമ്മളെ ചതിച്ചിട്ട് പോയാൽ അവർ നമ്മളെ ചതിച്ചു എന്ന് നമ്മുടെ മനസ്സിന് അംഗീകരിക്കാൻ പറ്റില്ല. അതാ ഇപ്പം നിനക്ക് സംഭവിച്ചിരിക്കുന്നത്. അനു നമ്മളെ ചതിച്ചതാണെന്ന് നിനക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ എടാ, നിന്റെ മനസ്സത് സമ്മതിക്കുന്നില്ല. അതാ നിന്റെ കുഴപ്പം. പിന്നെ നമ്മളെ തന്നെ വിശ്വസിപ്പിക്കാനേ മനസ്സ് ഓരോരോ കാരണങ്ങൾ തേടിക്കൊണ്ടേയിരിക്കും. അതാണിപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആനന്ദ് പറഞ്ഞു മനസ്സിലാക്കും. അവളെ ആരെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടാകും, ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ നിന്റെ മനസ്സ് പറയുന്നതാ. അവൾക്ക് വേറെ വഴിയുണ്ടായിരിക്കില്ല. എങ്ങനെയൊക്കെ അവളുടെ ഭാഗം നിന്ന് നമ്മുടെ മനസ്സ് തന്നെ പറയുന്നതാ. നിന്റെ മനസ്സും ഇപ്പം ചിന്തിച്ചു കൂട്ടുന്നത് അതൊക്കെയാ. ഇല്ല ആനന്ദേട്ടാ, ഇതങ്ങനെയല്ല. നമ്മുടെ ദോഷം വരുന്ന ഒന്നും നമ്മുടെ പെങ്ങൾ ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാ എന്ന് ആരും പറയാം. നിങ്ങൾ രണ്ടുപേരും എന്നെ ഒന്ന് വിശ്വസിക്കുക. ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പോയി അനുമോളെ കൂട്ടിക്കൊണ്ട് വരാം. അലോകിൻ്റെ കൂടെ അവൾ എങ്ങനെ ജീവിക്കാനാ? അവൾ ജീവിക്കാൻ പാടില്ല. നീ ചെന്നങ്ങ് വിളിക്ക്, അവൾ അപ്പം തന്നെ ഇങ്ങ് ഇറങ്ങി വരും എന്ന് ആകാശപ്പം ആര്യനോട് പറയൂട്ടോ. എടാ ആര്യ, നീ ഒന്ന് മനസ്സിലാക്ക്. അവൾക്ക് ഇഷ്ടപ്പെട്ട ജീവിതം അവൾ തിരഞ്ഞെടുത്തു, അതവിടെ കഴിഞ്ഞു എന്ന് പറയാം. അവളുടെ വഴിക്ക് പോയി. ഇനി നമ്മൾ ആരും അവളുടെ പിന്നാലെ പോകേണ്ട ഒരാവശ്യവും ഇല്ല എന്ന് പറയാൻ കേട്ടോ. പെട്ടെന്ന് ധർമ്മനും അങ്ങോട്ട് വരിക. എന്തു പറ്റി മാമൻ എന്താ ആലോചിച്ച് നിൽക്കുന്നത്? മാമൻ എന്താണെന്ന് പറ എന്ന് ധർമ്മം പറയാം. കടയിലെ ആവശ്യം വളരെ മോശം രീതിയിലാടാ പോകുന്നേ. അളിയനാണെങ്കിൽ പഴയ പോലെ കടയിലെ കാര്യങ്ങളൊന്നും ഇപ്പം ശ്രദ്ധിക്കുന്നില്ല എന്ന് ധർമ്മം പറയാണേ. അപ്പം അത് കേൾക്കുമ്പം ആര്യനും ആകാശനും ആനന്ദനൊക്കെ സങ്കടം വരിക. ഇപ്പം തന്നെ ആ ഹോട്ടലുകാർ പച്ചക്കറി ചോദിച്ചിട്ട് 2 ദിവസമായി. സ്ഥിരം എടുക്കുന്നവരാ, ഇതുവരെയും കൊടുത്തിട്ടില്ല. ഇപ്പം ലോഡുകാർ വേറെ കടയിൽ നിന്നാ ലോഡ് എടുത്തത് എന്ന് പറയാണ് കേട്ടോ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും? ഡീലറാണെങ്കിൽ എല്ലാ ദിവസവും വിളിക്കും, അളിയനാണെങ്കിൽ ഫോൺ പോലും എടുക്കുന്നില്ല. ഞാൻ എന്താ ചെയ്യുക? എടാ, കടയിലെ കച്ചവടം ഒക്കെ കുറഞ്ഞു തുടങ്ങിയിടാ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കച്ചവടം എന്താകും? ഇങ്ങനെ പോയാൽ കട തന്നെ പൂട്ടേണ്ടി വരും. കടയിലെ കാര്യം ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷനുണ്ടടാ. അവൾ ഒരുത്തി കാരണം ഒരു കുടുംബം മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുക എന്ന് ആകാശ് പറയാം. ചതിക്കുന്നവർക്ക് ചതിക്കപ്പെടുന്നവരുടെ വേദന അല്ലെങ്കിലും അറിയില്ലല്ലോടാ എന്ന് ആനന്ദും അപ്പം പറയാണേ. ആകാശ് മാത്രം ഇതിനൊന്നും മറുപടി ഇല്ലാതെ നിൽക്കുക. അവർക്ക് അവരുടെ ജീവിതം മാത്രം മതി.
മറ്റുള്ളവരെ പറ്റി അവർ ചിന്തിക്കില്ലല്ലോ, ജീവിക്കട്ടെ, അവൾ സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് ആനന്ദ് വീണ്ടും പറയാൻ കേട്ടോ. ആകാശിനും ആനന്ദിനും അത്രയ്ക്ക് ദേഷ്യം അനുവിനോടുണ്ട്. പക്ഷേ അനു അങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്ന് ഇപ്പോഴും നമ്മുടെ ആര്യനെ വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ലേ. ഇതേ സമയം അലോകാണെങ്കിൽ രാവിലെ തന്നെ പല്ലൊക്കെ തെച്ച് പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ദേവമംഗലത്ത് മുറ്റത്ത് നമ്മുടെ ബാലൻ നിൽക്കുന്ന കാണുന്നത്. ബാലനെ കാണുമ്പം ഒന്ന് നീട്ടി തുപ്പുവാണേ. ബാലൻ്റെ മുഖത്ത് തുപ്പിയതുപോലെയാണ് ബാലന് തോന്നുന്നത്. സ്കൂട്ടർ സ്റ്റാർട്ടാക്കി പോകാനായിട്ട് തുടങ്ങും. അവളുടെ തന്തയുടെ ഒരു തുറച്ചുനോട്ടം കണ്ടില്ലേ? ഇങ്ങേർക്കൊരു പണി കൊടുത്താലോ, ഇയാൾക്ക് ഇച്ചിരി അഹങ്കാരമുണ്ട്, ഒരു പണി കൊടുത്തേ പറ്റൂ എന്നും പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുക. എന്നിട്ട് അനുവിനെ വിളിക്കും. എടി അനുശ്രീ, എടി അനുശ്രീ, ഇങ്ങോട്ട് ഇറങ്ങി വന്നേടി എന്ന് പറയാം. എടി അനുശ്രീ, നിന്റെ വിളിക്കുന്നത് കേൾക്കുന്നില്ലേ എന്ന് വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ. അപ്പം അനു കൃഷ്ണമംഗലത്ത് നിന്ന് ഇറങ്ങി വരിക. നീ എന്താ എന്നെ വിളിച്ചത്? അപ്പം അനുശ്രീ ഇറങ്ങി വരുന്നത് നമ്മുടെ ബാലൻ കാണുന്നുണ്ട് കേട്ടോ. അനുവിനെ കാണുമ്പം ബാലൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണേ. എടി, നിനക്കെന്താ വിളിച്ചാൽ വിളി കേൾക്കത്തില്ലേ? ഇങ്ങോട്ട് വന്നേടി, നിന്റെ ചെവിക്ക് എന്താ കുഴപ്പം? അപ്പം നമ്മുടെ അനുവാണെങ്കിൽ അലോകനെ തൂറിച്ച് നോക്കിക്കൊണ്ട് വരികയാണേ. ബാലനാണ് വീണ്ടും വണ്ടിയിൽ തന്നെ ശ്രദ്ധ കൊടുക്കുക. നീ എന്താ എന്നെ വിളിച്ചത് എന്നപ്പോൾ ചോദിക്കാം. അതോ, നീ പോയേ എൻ്റെ പേഴ്സ് ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേ. അപ്പോഴത്തേക്കും അനുവിന് സംശയം തോന്നുക, ബാലനെ കാണിക്കാനാണോ അലോകിൻ്റെ ഈ നാടകമെന്ന്. അല്ല, അലോക് പല്ല് തേക്കുമല്ലേ, ഇപ്പം എന്തിനാ നിനക്ക് പേഴ്സ്? അയ്യോ, എനിക്ക് തിന്നാൻ. പല്ല് തേച്ചതിന് ശേഷമേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തിന്നാൻ പോകുന്നേ. നിനക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ എന്ന് അലോക് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം അനുവിനോടുള്ള അലോകിൻ്റെ ഈ സംസാരമൊക്കെ ബാലൻ കേട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. ഭർത്താവ് ഒരു കാര്യം പറഞ്ഞാലേ ഭാര്യ അത് അനുസരിച്ചോണം. ചുമ്മാതാണോ ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്? ഇതെല്ലാം വളർത്തു ദോഷമാണ്. അച്ഛനും അമ്മയും നല്ലത് ചൊല്ലി പഠിപ്പിച്ചില്ലെങ്കിലേ മക്കൾ ഇങ്ങനെ നിൽക്കും. അലോക് പ്ലീസ്, അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആര് ശ്രദ്ധിക്കുന്നു? എടി, ഭർത്താവിനെ അനുസരിക്കണമെന്നവളായിരിക്കണം ഭാര്യ. നല്ല കുടുംബത്തിൽ നിന്നുള്ള പെണ്ണുങ്ങളാണെങ്കിലേ അമ്മമാരും അച്ഛന്മാരും ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടേ ഓരോരുത്തരുടെ കൂടെ കെട്ടിച്ചു വിടത്തുള്ളൂ. ഇവിടെ ഒരുത്തിയുള്ളത് ഭർത്താവിനെ എങ്ങനെ അടിമയാക്കി വെക്കാന്നാണല്ലോ നോക്കുന്നത്. അതെങ്ങനെയാ വളർത്തുദോഷം? തന്തയും തള്ളയും നല്ലത് പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല, അതിൻ്റെ ഇപ്പം അനുഭവിക്കുന്നത് ഞാനല്ലേ എന്ന് ബാലനെ കേൾപ്പിക്കാനായിട്ട് അലോക് പറയാം. അല്ലാതെ നീ വളർത്തി നശിപ്പിച്ച് വെച്ചിരിക്കുക. നിന്നെ വളർത്തിയ പോലെ ഒരു തന്തയും പെൺമക്കളെ വളർത്തില്ല. നീയുണ്ടല്ലോ, മര്യാദയ്ക്ക് നിന്നില്ലേ നിന്നെ അടിച്ച് ഞാൻ പെടൽ തിരിക്കും. എന്നാടി കണ്ണുരുട്ടി എന്നെ പേടിപ്പിക്കുന്നേ? എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് വേണോ എന്ന് അനുശ്രീയോട് വീണ്ടും ചോദിക്കാൻ കേട്ടോ. അപ്പം നമ്മുടെ അനു കൂടുതലൊന്നും മിണ്ടുന്നില്ല. അലോകിനെ കണ്ണു തുറച്ച് നോക്കുന്നുണ്ട്. നിനക്കുള്ള പണി ഞാൻ തരാം. പക്ഷേ അലോക് അനുശ്രീയോട് സംസാരിക്കുന്ന രീതിയൊക്കെ കേൾക്കുന്ന ബാലന് അലോകിനെ കടിച്ചു കീറാനുള്ള ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അനുവിനോട് ഉള്ള ദേഷ്യമൊക്കെ മറന്നു വെച്ചുകൊണ്ട് അലോകിൻ്റെ അടുത്ത് പോയി 2 എണ്ണം കൊടുത്താലോ എന്ന് പോലും ബാലൻ ചിന്തിക്കുന്നുണ്ട്. അപ്പം അനു ആണെങ്കിൽ അകത്തേക്ക് കയറി പോവുക. കൂടുതലൊരു സീനുണ്ടാക്കി അച്ഛനെ കൂടുതൽ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടെ. അപ്പം വലിയ വിജയശ്രീ ലാളിതനായി അലോക് അവിടെ നിൽക്കുക. തൻ്റെ മോളിപ്പോൾ എൻ്റെ അടിമയാടോ എന്നുള്ള രീതിയിൽ ബാലനാണ് വീണ്ടും വണ്ടി നന്നാക്കാനായിട്ട് നോക്കുക. ഇപ്പം എന്തൊരു സമാധാനം എൻ്റെ ദൈവമേ. നിൽക്കുന്ന ഗോമതി സ്റ്റോർ ബാലൻ്റെ നെഞ്ചിലേക്ക് കുറച്ച് തീ കോരി ഇട്ടപ്പം എനിക്ക് ഇനിയും ഇങ്ങനെയുള്ള അവസരങ്ങൾ നീ ഉണ്ടാക്കി തരണേ. എന്തൊരു സന്തോഷം. അപ്പോഴത്തേക്കും അനുശ്രീയാണ് പേഴ്സ് എടുത്തോണ്ട് അങ്ങോട്ട് വരിക. അപ്പം അത് കേൾക്കുന്ന അനു പറയും, നിനക്കുള്ളത് ഞാൻ തരൂടാ. എൻ്റെ അച്ഛനെ കാണിക്കാനാ നീ ഇപ്പം ചെയ്തു കൂട്ടിയതെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതിനുള്ളത് ഞാൻ നിനക്ക് തന്നിട്ട് ഇനി അടങ്ങൂ. അപ്പം പെട്ടെന്ന് അലോകാണെങ്കിൽ ആഹാരം കഴിക്കാനായിട്ട് കയറി ചെല്ലുകയാണ് കേട്ടോ. അപ്പം നന്ദിനി എല്ലാം എടുത്ത് വെക്കുകയാണ്. ഭർത്താവിനെ കാത്തിരുന്ന് മുഷിഞ്ഞിട്ടേ അനുശ്രീ ആഹാരം കഴിച്ചിട്ട് പോയി. നീ കഴിക്കുക. അയ്യോ വല്യമ്മേ, ഇനി ബുദ്ധിമുട്ടൊന്നും വേണ്ട, അവളെ വിളിക്ക്, അവൾ എനിക്ക് വിളമ്പിത്തരും. അങ്ങനെയാണോ? രാജശ്രീ ഇങ്ങൊന്ന് വന്നേ, ഒരു കാര്യം ഞാൻ കാട്ടിത്തരാം എന്ന് അപ്പം നമ്മുടെ നന്ദിനി വിളിച്ചു പറയാം. അവൾ എന്നെ അങ്ങ് കൊച്ചാക്കിയതാ. അവളുടെ തന്തപ്പടിക്ക് BP കയറ്റിയതിൻ്റെ ചൊരുക്ക് അവൾക്ക് കൊടുക്ക ഒരു പണി. അവക്കിട്ട് 2 എണ്ണം കൊടുത്താലേ ഇനി സമാധാനം കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഔട്ടായി എന്ന് അപ്പം നന്ദിനി രാജശ്രീയോടും ഇന്ദിരാമ്മയോടും പറയാം. എന്താ എടുത്തി അങ്ങനെ പറയാൻ കാരണം? ഞാൻ ആഹാരം വിളമ്പി കൊടുക്കാൻ തുടങ്ങിയപ്പോഴേ ഇവൻ പറയാ, ഞാൻ വിളമ്പണ്ട, അനുശ്രീയുടെ കൈകൊണ്ട് തന്നെ വിളമ്പിയാൽ മതിയെന്ന്. എടാ നീ കൊള്ളാലോ, സ്നേഹമുള്ള ഭാര്യയും ഭർത്താവും ആകുമ്പോൾ അങ്ങനെയാ എന്ന് ഇന്ദിരാമ്മയും പറയേ. അനുമോളെ ഇങ്ങ് വന്നേ. അപ്പം രാജശ്രീ പറയും, എന്തായാലും നമ്മുടെ ജോലിഭാരം കുറഞ്ഞല്ലോ, ഇനിയിപ്പം അവരായി അവരുടെ പാടായി. 2 പേരും ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നത്
തന്നെ ഞങ്ങൾക്കും സന്തോഷം എന്ന് രാജശ്രീ പറയാണ് കേട്ടോ. എന്താ അമ്മമ്മ എന്നെ വിളിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അനുശ്രീ അങ്ങോട്ട് പറയാം. അതോ ഒന്നുമില്ല, ഞാനേ ഇവരോട് പറഞ്ഞു എനിക്ക് നീ തന്നെ അങ്ങ് വിളമ്പി തന്നാൽ മതിയെന്ന്. അത് കേട്ടപ്പം ഇവരെന്നെ കളിയാക്കുക അനു എന്ന് പറയാം. എന്തോ മനസ്സിൽ കണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ആഹാ, അയ്യോ, ഭർത്താവിന് ഭാര്യമാർ വിളമ്പി കൊടുക്കുക എന്നുള്ളത് ഭാര്യയുടെ കടമയാണ്, അവകാശമാണ്. ഞാൻ ചെയ്തോളാം, അതിൽ മറ്റാരും കൈ കടത്തണ്ട, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് അനു പറയാണ് കേട്ടോ. അപ്പോൾ ഇന്ദിരാമ്മ പറയും, എൻ്റെ കൊച്ചുമോളെ ഞാൻ വിചാരിച്ചതിലും മിടുക്കിയാ, അവൾക്ക് കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാൻ. അപ്പോഴേ സ്വർഗത്തിലെ കട്ടുറുമ്പാകാതെ നമുക്കങ്ങ് മാറി നിന്നേക്കാം രാജശ്രീ അമ്മേ എന്ന് നന്ദിനി പറയാം. അവർ വിളമ്പുവോ കഴിക്കുവോ കഴിപ്പിക്കുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അത് നേരാ എന്ന് രാജശ്രീ അപ്പം പറയാം. എന്നിട്ട് അവർ 3 പേരും അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. അവർ പോയി എന്ന് ഉറപ്പാക്കി കഴിയുമ്പം അലോക് പറയും, നീ എനിക്ക് വിളമ്പി തരാനുള്ള കൊതി കൊണ്ടൊന്നും അല്ല ഞാൻ നിനക്ക് നീ വിളിച്ചു വരുത്തിയത് എന്ന് പറയാം. എന്നിട്ട് അവിടെ ഇരുന്ന ഇഡ്ഡലി എടുത്ത് അലോകിൻ്റെ പാത്രത്തിലേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ പോയോ എന്ന് എത്തി വലിഞ്ഞ് നോക്കുക. ദാ കഴിക്ക്, ഇനി ഞാൻ വിളമ്പി തരാത്തതിൻ്റെ പേര് നീ കഴിക്കാതിരിക്കണ്ട. അപ്പം ഇഡ്ഡലി എടുത്ത് നോക്കിയിട്ട് പറയും, അയ്യേ ഈ ഇഡ്ഡലി ശരിയായിട്ടൊന്നുമില്ല, അടുക്കള പോയി വേറെ ഇഡ്ഡലി എടുത്തിട്ട് വാ. ഈ ഇഡ്ഡലിക്ക് എന്താ കുഴപ്പം, ഞാൻ കഴിച്ചതാണല്ലോ. നീ വേണേ കഴിച്ചോ, പക്ഷേ എനിക്ക് കഴിക്കാൻ വേറെ ഇഡ്ഡലി വേണം, വേറെ കൊണ്ടുപാടി പോയി എന്ന് പറയൂട്ടോ. അപ്പം അനുവിന് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും വെറുതെ ഒരു വഴക്കിന് നിൽക്കണ്ടെന്ന് കരുതി അനുശ്രീയാണെങ്കിൽ വേറെ ഇഡ്ഡലി എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോവാം. നീ ഇഡ്ഡലി ആയിട്ട് വാടി, അടുത്ത പണി ഞാൻ നിനക്ക് അപ്പം തരാം എന്ന് അപ്പം അലോക് മനസ്സിൽ പറയണേ. അനുശ്രീയും പറയും, നിന്നെ ഞാൻ ഊങ്ങി വെച്ചതാടാ രാവിലെ മുതൽ, നിനക്കിട്ടുള്ള പണി ഞാൻ എന്തായാലും തരാം എന്ന് അനുശ്രീയും പറയാം. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്.